ബാബരി ഓർമ്മകൾക്ക് ഇന്നേക്ക് 32-ാം ആണ്ട്. 1992 ഡിസംബർ 6 മതേതര ഇന്ത്യയുടെ ഭരണഘടനയും നീതിയും വിറങ്ങലിച്ചു നിന്ന കറുത്ത ദിനം. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നോ അത് അതേപടി നിലനിർത്തുക എന്ന ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തെ കാറ്റിൽ പറത്തി 4 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പള്ളിയിൽ കടന്നുകയറി വർഗീയ ഫാസിസ്റ്റുകൾ തകർത്തെറിഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾക്ക് മറക്കാനാവില്ല. ഒരു പള്ളി പോയതിന് പകരം 1000 പള്ളികൾ വന്നാലും, തകർത്ത ബാബരിക്ക് പകരം ഒരു ബാബരി തന്നെ ഉയർന്നു വന്നാലും ധ്വംസനത്തെ മറക്കാനാവില്ല. കാരണം 32 വർഷങ്ങൾക്കിപ്പുറം അതേ വർഗീയ ഫാസിസ്റ്റുകൾ ഈ മഹാരാജ്യത്തിൻ്റെ പരമോന്നത നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും ഓരോ പള്ളികളിലും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗാൻവാപ്പിയിലും ഡൽഹി ജുമാ മസ്ജിദിലും ഷാഹി ഈദ്ഗാഹിലും തുടങ്ങി അജ്മീർ ദർഗയിൽ വരെ എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബാബരി അവർക്കൊരു പരിശീലന കളരിയായിരുന്നു. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ബുദ്ധനും ജൈനനും സിഖനും എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഈ മഹാരാജ്യത്തെ ഭരിക്കാൻ വേണ്ടി വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വിത്തുകൾ ആദ്യമായി പാകിയത് ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ന് ഈ രാജ്യത്തെ അതേ തന്ത്രം ഉപയോഗിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റുകളെ നാം ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുക. ഈ രാജ്യത്തിൻ്റെ മതേതര ഭാവിയിൽ ഇനിയും വിശ്വാസമുണ്ട്. മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും ഈ രാജ്യത്ത് നമ്മളായിരിക്കണം. ബാബരി മറക്കാതിരിക്കുക.